ന്യൂസിന്റെ ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ടിലേക്കാണ്. ജില്ലാ സമ്മേളനം അടുത്തിരിക്കെ CPI തിരുവനന്തപുരം ജില്ലാ ഘടകത്തിൽ ജാതി വിവാദം കടുക്കുന്നു എന്നുള്ളതാണ്. പാർട്ടിയിലും സർക്കാർ പദവികളിലും ഈഴവരെയും ദളിത് വിഭാഗങ്ങളെയും അവഗണിക്കുന്നു എന്നാണ് ആക്ഷേപം. പരാതി പരിഹരിച്ചില്ലെങ്കിൽ CPI കരയോഗം കമ്മിറ്റിയായി മാറുമെന്നും പരിഹാസമുണ്ട്. ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്കെതിരെയുള്ള അതൃപ്തി സമ്മേളനത്തിലും പ്രതിഫലിക്കും. പാർട്ടിയുടെ അടിത്തറയായ അടിസ്ഥാന ജനവിഭാഗങ്ങളെ നേതൃത്വത്തിൽ നിന്ന് അകറ്റി നിർത്തി നായർ സമുദായം പാർട്ടി അടക്കി വാഴുകയാണ്. ഇതാണ് CPI ഗ്രൂപ്പുകൾ പ്രചരിക്കുന്ന ലഘുലേഖയിലെ പ്രധാന ആരോപണം. 65 ജില്ലാ കൌൺസിലിൽ 35 പേരും നായർ സമുദായത്തിൽ നിന്ന്, ഈഴവ സമുദായത്തിൽ നിന്നുള്ളത് 10-ൽ താഴെ പേർ മാത്രം. ജില്ലാ എക്സിക്യൂട്ടീവിൽ 18-ൽ 11 പേരും നായരാണ്. ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിലും 11 പേർ നായർ സമുദായ അംഗങ്ങൾ. സർക്കാർ പദവികളും നായർക്കായി സംവരണം ചെയ്തിട്ടുണ്ടോ എന്നും പരിഹാസമുണ്ട്. ജില്ലയിൽ നിന്നുള്ള മന്ത്രി, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ, PSC അംഗം, കർഷക കടാശ്വാസ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, മിൽമ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, പാർട്ടി ജില്ലാ സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും എല്ലാം നായർ സമുദായ അംഗങ്ങൾ. ജില്ലയിൽ പാർട്ടി കെട്ടിപ്പടുത്ത C ദിവാകരനെയും കോടിക്കണക്കിന് രൂപ വിലയുള്ള ഓഫീസും സ്ഥലവും പാർട്ടിക്ക് നൽകിയ KP ശങ്കരദാസിനെയും വെട്ടിയൊതുക്കി മൂലക്കിരുത്തിയെന്നും പരാമർശമുണ്ട്. ഈഴവ സമുദായ അംഗമായതുകൊണ്ട് മാത്രമാണ് യുവ നേതാവ് J അരുൺ ബാബുവിനെയും തഴഞ്ഞത്. ജില്ലയിൽ പാർട്ടിയെ വളർത്തിയതും ത്യാഗങ്ങൾ സഹിച്ചതും ഈഴവ സമുദായമാണ്. നായർ സമുദായത്തിന് ഇതിലെന്തു പങ്കാണുള്ളതെന്നും ചോദ്യമുണ്ട്. CPIയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ജില്ലയിൽ പാർട്ടിയെ നയിക്കുന്നവർക്കെതിരെയും വലിയ അമർഷമാണുള്ളത്. മണ്ഡലം സമ്മേളനങ്ങളിൽ അത് പ്രകടവുമായിരുന്നു. ജില്ലാ സമ്മേളനങ്ങളിലും നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങളും നീക്കങ്ങളും ഉണ്ടായേക്കാം. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. എന്തായാലും CPI തിരുവനന്തപുരം ജില്ലാ ഘടകത്തെ കരയോഗം കമ്മിറ്റിയാക്കി മാറ്റി എന്നുള്ള വലിയ